നമസ്കാരം. നമ്മൾ ഇപ്പോൾ തരങ്കിണിയുടെ പാട്ടുകൾ ഇപ്പോൾ 2 ആൽബങ്ങൾ നമ്മൾ കേട്ടു. ഒരു പ്രേക്ഷകൻ എന്നുള്ള നിലയിൽ അല്ലെങ്കിൽ ഒരു ശ്രോതാവ് എന്നുള്ള നിലയിൽ നമ്മൾ ഓണപ്പാട്ടുകളെ പറ്റി നമ്മൾ വിവരിക്കുമ്പോൾ തരങ്കിണിയുടെ പാട്ടുകൾ എന്തായാലും എല്ലാവരുടെയും മനസ്സിലിങ്ങനെ വരാറുള്ളതാണ്. ഇപ്പോൾ നമ്മൾ 3-ാമത്തെ ദിവസമാണ്. 3-ാമത്തെ ദിവസം നമ്മൾ 3-ാമത്തെ ആൽബത്തിലേക്ക് കടക്കുകയാണ്. അപ്പോൾ തരങ്കിണിയുടെ പാട്ടുകൾ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും മനസ്സിലൊരു കുറച്ച് പാട്ടുകളൊരു ഊഹം ഉണ്ടാവുമല്ലോ. ഈ ആൽബത്തിൻ്റെ പ്രത്യേകത, ഈ ആൽബം ഇതിൻ്റെ സംഗീത സംവിധായകൻ ആരാണെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യണം. പാട്ടുകൾ ഞാൻ പാടാം, പാട്ടുകൾ പറയാം. ഇതിൻ്റെ സംഗീത സംവിധായകൻ ആരാണെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ഈ ആൽബത്തിൻ്റെ ലാസ്റ്റ് ഞാൻ ഇതിൻ്റെ ക്ലൂ തരാം കേട്ടോ. അപ്പോൾ ആദ്യം പാടാൻ പോണ പാട്ട് എന്തും മറന്നേക്കാമെങ്കിലും ആ രാത്രി എന്നെന്നും ഓർമ്മിക്കും ഞാൻ. എന്തും മറന്നേക്കാമെങ്കിലും ആ രാത്രി എന്നെന്നും ഓർമ്മിക്കും ഞാൻ. ജീവനെ പുൽകിയ മുഗ്ധവസന്തത്തെ നോവാതെ നോവിച്ചു ഞാൻ. എന്തും മറന്നേൽക്കാം എങ്കിലും ആ രാത്രി എന്നെന്നും ഓർമ്മിക്കും ഞാൻ. ഈ ഓണത്തിൻ്റെ സന്തോഷത്തോടൊപ്പം ഒരു പരാതി പറയുന്നൊരു പാട്ടായിക്കോട്ടെ, അതുകൊണ്ടാണ് ഈ പാട്ട് ഇത്ര പ്രസിദ്ധമായത്. വീണ്ടും കൊളുത്തിടാമാത്തിരിയെന്നു ഞാൻ വെറുതെ കൊതിച്ചു പോയി. വീണ്ടും കൊളുത്തിടാമാത്തിരിയെന്നു ഞാൻ വെറുതെ കൊതിച്ചു പോയി. വീണ്ടും കൊളുത്തിയാൽ ആദ്യത്തേതാവില്ല, തിരിയുമ്പോൾ നീ മൊഴിഞ്ഞു. പുലരിത്തിടമ്പായുയർന്നു നീ ഞാൻ കണ്ണീർ കടലിലെ സന്ധ്യയായി. കാണാതെ കാര്യങ്ങളറിയാതെ അങ്ങിനെ നമ്മളിന്നന്യരായി. എന്തും മറന്നേക്കാം എങ്കിലും ആ രാത്രി എന്നെന്നും ഓർമ്മിക്കും നാം. ഓണം എന്നത് ആഘോഷം മാത്രമല്ല, മറക്കാനും പൊറുക്കാനും സന്തോഷിക്കാനുമുള്ള ഒരു ഫെസ്റ്റിവലായിട്ടാണ് പൊതുവെ കണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ ഈ പാട്ടിന് വളരെയധികം പ്രസക്തിയുണ്ട്. അതുകൊണ്ടാണ് ഈ പാട്ട് ഇപ്പോൾ പാടിയത്. ഓക്കെ, അടുത്ത പാട്ട് അതിമനോഹരം ആദ്യത്തെ ചുംബനം. അതിമനോഹരം ആത്മഹർഷോത്സവം. മദന സൗഗന്ധികങ്ങളാശകൾ മധുരമുണ്ണും മരന്തവർഷോത്സവം. അതിമനോഹരം ആദ്യത്തെ ചുംബനം. ഒരു സൗന്ദര്യത്തെയും കൂടി ആഘോഷിക്കാം ഈ ഓണത്തിന് എന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് ഈ പാട്ടിന് ഇത്ര പ്രസക്തി ഉണ്ടായത്. അടുത്ത പാട്ട് വളരെ പ്രിയപ്പെട്ടതാണ്. കാരണം ആ പാട്ടിന് ഒരു വിരഹഭാവം കൂടിയുണ്ട്. ഉണ്ണിക്കരങ്ങളാൽ പൂക്കളം നെയ്യും നിൻ ഉണ്ണിയെ ഞാനിന്നു കണ്ടു. കണ്ണെടുക്കാതെ ഞാൻ നോക്കി നിന്നു. മാഞ്ഞ വർണ്ണങ്ങൾ വീണ്ടും തെളിഞ്ഞു. ഉണ്ണിക്കരങ്ങളാൽ പൂക്കളം നെയ്യും നിൻ ഉണ്ണിയെ ഞാനിന്നു കണ്ടു. പുതിയ പടിപ്പൂര താണ്ടി ഞാൻ മുറ്റത്തോരതിഥിയെ പോൽ വന്നു നിന്നു. പുതിയ പടിപ്പൂര താണ്ടി ഞാൻ മുറ്റത്തോരതിഥിയെ പോൽ വന്നു നിന്നു. മണ്ണിൽ മനസ്സിലെയോർമ്മ പോൽ നിൻ പാദഭംഗി ഒളിഞ്ഞു കിടന്നു.
ഉണ്ണിക്കരങ്ങളാൽ പൂക്കളം നെയ്യുന്നിൻ ഉണ്ണിയെ ഞാനിന്നു കണ്ടു. യേശുദാസിൻ്റെ ശബ്ദത്തിലൂടെ വീണ്ടും നമ്മുടെ മുന്നിലേക്കുന്ന ഈ പാട്ട് വളരെയധികം രസകരമായ ഒരു അനുഭൂതി നമുക്കുണ്ടാകുന്ന പാട്ടാണ്. പ്രത്യേകിച്ച് ഇതിനെപ്പറ്റി ഒന്നും പറയാനില്ല. ഈ പാട്ടിൻ്റെ ഒരു പ്രത്യേകത ഇതാണ്. ഇപ്പോൾ പാടാൻ പോകുന്ന പാട്ടിൽ ഭക്തിയുണ്ട്, പ്രണയമുണ്ട്, അങ്ങനെ പല പല വികാരങ്ങളുള്ളൊരു പാട്ടാണിത്. പാടാം. ഉത്സവബലി ദർശനം എങ്ങും ഉത്സാഹവസന്താരവം തിമിലകളുണർന്നു പൂമഴയുയർന്നു ഭക്തിതൻ തിരകളിലമർന്നു ക്ഷേത്രം ഭക്തിതൻ തിരകളിലമർന്നു. ഇതിൻ്റെ വരികൾ നോക്കുകയാണെങ്കിൽ നല്ല രസമുള്ള വരികളാണ്. ശരിക്കും നമുക്കത് ഫീൽ ചെയ്യും. അത് ഫീൽ ചെയ്യുന്നവർക്കത് ഫീൽ ചെയ്യും. മന്ത്രങ്ങളുരുവിടും തന്ത്രിയിൽ പോലും സംഭ്രമമുളവാക്കി നിൻ മഞ്ജുരൂപം. മന്ത്രങ്ങളുരുവിടും തന്ത്രിയിൽ പോലും സംഭ്രമമുളവാക്കി നിൻ മഞ്ജുരൂപം. ദേവന്മാർക്കൊക്കെയും വിരുന്നു നൽകുന്നൊരാവേദിയിൽ ദേവിയ നീ മിന്നി നിന്നു. ദേവന്മാർക്കൊക്കെയും വിരുന്നു നൽകുന്നൊരാവേദിയിൽ ദേവിയ നീ മിന്നി നിന്നു. ഉത്സവബലി ദർശനം. ശ്രീകുമാരൻ തമ്പി സാർ ഇങ്ങനെ പറയാറുണ്ട്, പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതായത് ഇങ്ങനെ അമ്പലത്തിൽ നമ്മൾ പ്രാർത്ഥിക്കാനായിട്ട് പോകുമ്പോൾ ദീപാരാധന സമയത്തൊക്കെ ആണെങ്കിൽ ഇങ്ങനെ നമ്മളടുത്ത് നിൽക്കുന്ന പെൺകുട്ടികളെ കണ്ടാൽ നമ്മളൊന്ന് നോക്കുക എന്നുള്ളത് സ്വാഭാവികമായിട്ടും അത് ഉള്ള കാര്യമാണ്. അതിൽ പ്രത്യേകിച്ച് തെറ്റൊന്നുമില്ല, വേറെ ഒന്നും തെറ്റൊന്നും ചെയ്യാതിരുന്നാൽ മതി. പക്ഷേ അങ്ങനെയുള്ളൊരു പ്രണയത്തിൻ്റെ വേറൊരു ഭാവം കൂടി ഈ പാട്ടിലുണ്ട്. അതാണ് ഈ പാട്ടിൻ്റെ വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. അടുത്തത് കുട്ടികൾക്കുള്ളൊരു പാട്ടാണ്. പൊട്ടിച്ചിരിക്കുമിൻ കുഞ്ഞുങ്ങളെ പൊട്ടിവിടരുന്നു പൂവെളിച്ചം അത്തപ്പൂമേട്ടിലും തെച്ചിപ്പൂക്കാട്ടിലും കൂട്ടം കൂടി നടന്നപ്പോഴുള്ളിലും കിട്ടിയ പൂവുകൾ പങ്കുവെച്ചും തമ്മിൽ കെട്ടിപ്പിടിച്ചോണ പാട്ടുകൾ പാടിയും പൊട്ടിച്ചിരിക്കുവിൻ കുഞ്ഞുങ്ങളെ പൊട്ടിവിടരുന്നു പൂവെളിച്ചം. ഈ പാട്ട് നമ്മൾ ശ്രദ്ധിച്ച് കേട്ടാൽ ഈ പാട്ടിൽ കുറേ കാര്യങ്ങൾ നമുക്ക് ഇനി മനസ്സിലാക്കാനുണ്ട്. അത് മനസ്സിലാവും. അതാണ് ഈ പാട്ടിൻ്റെ പ്രത്യേകത. കളിയും തമാശയും സന്തോഷവുമാണ്. മനസ്സ് നിറഞ്ഞ് പൊട്ടിച്ചിരിക്കാനുള്ളൊരു കാലം കൂടിയാണ് ഈ ഓണക്കാലം, അല്ലേ? നമ്മളെല്ലാ വീട്ടിലും എല്ലാവരും സന്തോഷത്തോടു കൂടി പൂക്കളം ഇടുകയും പാട്ട് പാടുകയും സദ്യ ഉണ്ണുകയും ഊഞ്ഞാലിലാടുകയും. ഊഞ്ഞാലിലാടുന്നൊക്കെ ഒരു ട്രഡീഷണൽ സംഭവം ഇവിടെ ഇപ്പോൾ ഈ നാട്ടിലുണ്ടോ എന്നറിയില്ല. അതുകൊണ്ട് തന്നെയാണ് തരംഗിണിയുടെ ഓണപ്പാട്ടുകൾക്ക് ഇത്ര പ്രശസ്തി ഉണ്ടാവാൻ കാര്യം. അടുത്ത പാട്ട്. പൊന്നരുവി പാടും നേരം പൊന്നരുവി പാടും നേരം നിൻ ചിലങ്കകൾ തൻ താളമോർക്കും അകന്നു പോയിരു വഴിയെ മറവി കൊണ്ടാടുന്നു നീ. ഞാൻ സ്മരണകളെ ഓമനിക്കുന്നു. പൊന്നരുവി പാടും നേരം. ഓണക്കാലം മറ്റു ഉത്സവങ്ങളെക്കാൾ വിഭിന്നമായ വളരെയധികം എന്താ പറയുക, പ്രകൃതി വരെ നമ്മളോട് ഇണങ്ങി നിൽക്കുന്ന ഒരു കാലഘട്ടമാണ് ഓണം എന്ന് പറയാം. കാരണം വലിയ ചൂടില്ല, തണുപ്പ് ആവശ്യത്തിനുണ്ട്, മഴയും ആവശ്യത്തിനുണ്ട്, പൂക്കൾ വിടരുന്ന കാലമാണ്, സമ്പൽ സമൃദ്ധിയുടെ കാലമാണ്. ഓണം പൂക്കൾ അത്തപ്പൂവിടാം, ഊഞ്ഞാലിലാടാം, പാട്ടുകൾ പാടാം, സദ്യ ഉണ്ണാം, ഇങ്ങനെ പല പല കാര്യങ്ങളുണ്ട്. അപ്പോൾ ഈ ഓണത്തിൻ്റെ സമൃദ്ധി എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ചില കാര്യങ്ങളിലാണ്. ചിങ്ങം പിറന്നല്ലോ പൊന്നിൻ വയൽ കിളിയേ, ചിങ്ങം പിറന്നല്ലോ പൊന്നിൻ വയൽ കിളിയേ, എങ്ങു പോയി നീ എൻ്റെ പകൽ കിളിയേ, ചിങ്ങം പിറന്നല്ലോ പൊന്നിൻ വയൽ കിളിയേ. ഒരു പ്രത്യേക ഉന്മേഷം നൽകുന്നൊരു പാട്ടാണ്. ഓണം അടുത്തെത്തി എന്നുള്ളൊരു തോന്നൽ ഈ പാട്ട് എന്തായാലും ഉണ്ടാക്കി തരുന്നുണ്ട്. അതാണ് ഇതിൻ്റെ
ചിങ്ങത്തിൻ്റെ വരവിനെ, ഓണത്തിൻ്റെ വരവിനെ, ഓണപ്പാട്ടിൻ്റെ കാസറ്റിൽ ശ്രദ്ധിക്കപ്പെട്ട പാട്ടുകളിലൊന്നാണ് ചിങ്ങം പിറന്നുള്ള പാട്ട്. അടുത്ത പാട്ട് ഒരു ഭക്തിയാണോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ വിലയിരുത്തണം. കൈവല്യരൂപന കാർമേഘവർണ്ണ കണ്ണ ഞാനൊന്നു ചോദിച്ചോട്ടെ. കൈവല്യരൂപന കാർമേഘവർണ്ണ കണ്ണ ഞാനൊന്നു ചോദിച്ചോട്ടെ. കരുണ തൻ കടലായിരുന്നിട്ടും നീ എന്തേ കാമിനി രാധയെ കൈവെടിഞ്ഞു. പല പല ചോദ്യങ്ങളും പല പല ഉത്തരം കണ്ടെത്താൻ പറ്റാത്ത ചോദ്യങ്ങളൊക്കെ ഉള്ളൊരു പാട്ടാണത്. കൈവല്യ രൂപന എന്നുള്ളൊരു പാട്ട് കേൾക്കുമ്പോൾ തന്നെ ഒരു ഓണം വെറും പുറമേയുള്ളൊരാഘോഷമല്ല, മനസ്സിനകത്തും മാനസിക വ്യാപാരങ്ങളോട് നോക്കിക്കാണാനുള്ള ഒരു അവസരമാണ് ഈ ഓണം നൽകുന്നത് എന്നുള്ളതാണ് ഈ പാട്ടിൽ നിന്നും എനിക്ക് മനസ്സിലായത്. അതിൽ ചില ചോദ്യങ്ങളുണ്ട്, ചില ഉത്തരങ്ങളുണ്ട്. അതിൻ്റെ കൃത്യമായ ഉത്തരം നമുക്കറിയില്ല, പക്ഷേ ഉത്തരമറിയുന്നവരുണ്ടാവാം. മനുഷ്യൻ്റെ ഉള്ളിലെ ശാന്തിയെക്കുറിച്ചും ചിന്തിപ്പിക്കുന്ന ഒരു ഭാവമായി ഈ ഗാനം മുന്നിലെത്തുന്നു. അതാണ് ഈ പാട്ടിൻ്റെ പ്രത്യേകത. അടുത്ത പാട്ട് അതും ഒരു വിരഹമുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. കേട്ടു നോക്കൂ. കോളു നീങ്ങും വാനം കോടിമാറും തീരം ഭാരം താങ്ങി തളർന്നൊഴുകും പഴയ കെട്ടുവള്ളം. കോളു നീങ്ങും വാനം കോടിമാറും തീരം ഭാരം താങ്ങി തളർന്നൊഴുകും പഴയ കെട്ടുവള്ളം. ഓണമായി പൊന്നോണമായി നീ അറിഞ്ഞില്ലേ തോണിക്കാര തോണിക്കാര. കോളു നീങ്ങും വാനം കോടിമാറും തീരം ഭാരം താങ്ങി തളർന്നൊഴുകും പഴയ കെട്ടുവള്ളം. ഓണമാണെങ്കിലും പലർക്കും ഉത്രാടപ്പച്ചിൽ എന്ന് കേട്ടിട്ടുണ്ടല്ലോ നമ്മൾ. ഓണമാണെങ്കിലും ഓണത്തിൻ്റെ അന്ന് മാത്രം സന്തോഷിക്കാൻ സാധിക്കുന്ന പലരും ഉണ്ടല്ലോ. ഉത്രാടപ്പാച്ചിലുണ്ട്. ഓണത്തിൻ്റെ അന്ന്, അതായത് ഓണത്തിൻ്റെ തലേ ദിവസം, ഉത്രാടത്തിൻ്റെ അന്ന് കഷ്ടപ്പെട്ട് വീട്ടിൽ വന്ന് ഓണത്തിനുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ച് പിറ്റേ ദിവസം ഓണം ആഘോഷിച്ച് വീണ്ടും അവരവരുടേതായിട്ടുള്ള ജോലികളിലേക്ക് കടക്കുകയും അതിനെ തുടർന്ന് ഓണം ഒരു ദിവസം എന്തിനോ വേണ്ടി ഒരു സന്തോഷം എന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ അവർക്കും കൂടി വേണ്ടിയിട്ടാണ് ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഇടനെഞ്ചു നോവുമ്പോൾ ഇളം കള്ളുമോന്തി ഇനി എത്ര കാലം നീ ഇങ്ങനെ തുഴയും. ഇടനെഞ്ചു നോവുമ്പോൾ ഇളം കള്ളുമോന്തി ഇനി എത്ര കാലം നീ ഇങ്ങനെ തുഴയും. അകലെ അകലെ വഞ്ചിയെടുക്കുന്ന നേരവും കാത്തവൾ നെടുവീർപ്പിടുന്നില്ലേ. ഓണമായി പൊന്നോണമായി നീ അറിഞ്ഞില്ലേ തോണിക്കാര തോണിക്കാര. കോളു നീങ്ങും വാനം കോടിമാറും തീരം ഭാരം താങ്ങി തളർന്നൊഴുകും പഴയ കെട്ടുവള്ളം. മനസ്സിൽ ചെറിയൊരു വിങ്ങലുണ്ടാകുന്ന പാട്ടാണിത്. അടുത്തത് ഒരു കവിതയാണ്, മനോഹരമായൊരു കവിത. വീണ്ടുമൊരു ഗാനം കൂടി നിങ്ങൾ വിളിക്കാതെ ഞാൻ വന്നു പാടും. വിരുന്നൊരുക്കി വിദേശികൾ തൻ വിജയം കൊണ്ടാടും രാവിൽ നിങ്ങളുറക്കമൊഴിക്കുമാരാവിൽ വീണ്ടുമൊരു
വീണ്ടുമൊരു ഗാനം കൂടി. വീട്ടുകാരനാമെന്നെ നിങ്ങൾ വിരുന്നുകാരനായി കരുതാ. മടങ്ങി വരുമീ ബന്ധുവിൻ കണ്ണീർ അഭിനയമാണെന്നു പറയാൻ. എങ്കിലുമൊരു തീർത്ഥപാദനെ പോലെ നിങ്ങൾക്കു വേണ്ടി ഞാൻ പാടും. വീണ്ടുമൊരു ഗാനം കൂടി. ശബ്ദപൂരത്തിൽ എൻ്റെ ഗാനം തപ്ത നിശ്വാസമായലിയ. ഉടഞ്ഞ ശംഖിൻ്റെ നാദമൂതി ഉറ്റവരും ചിരിച്ചേക്കാം. എങ്കിലുമെൻ രക്തബന്ധത്തിൻ്റാകം നിങ്ങൾക്കു വേണ്ടി ഞാൻ പാടും. വീണ്ടുമൊരു ഗാനം കൂടി. ഇതിൻ്റെ തുടക്കത്തിൽ തന്നെ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ സംഗീത സംവിധായകൻ ആരാണെന്നുള്ളത്. അപ്പോൾ ഞാൻ ക്ലൂ തരാൻ പോണു. ഇപ്പോൾ ഇദ്ദേഹം ചെയ്ത പാട്ടുകളുടെ ബാക്ക്ഗ്രൗണ്ട് ഇതിന് മുൻപ് ഇദ്ദേഹം ചെയ്ത ഓണപ്പാട്ടുകളായിരുന്നു. അതായത് ഓരോ പാട്ടും ഇതിലെ ഓരോ പാട്ടിൻ്റെയും ബാക്ക്ഗ്രൗണ്ടായിട്ടാണ് പ്ലേ ചെയ്തിട്ടുള്ളത്. ഇന്ന് നിങ്ങളൊന്ന് കേട്ട് നോക്കുക, അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഓക്കെ, അപ്പോൾ നാളെ കാണാം. താങ്ക് യു.